കൈക്കൂലി കേസിൽ ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന്റെ അറസ്റ്റ് തടഞ്ഞു ഹൈക്കോടതി. ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിജിലൻസിന് കോടതി നോട്ടീസ് അയച്ചു. കേസ് ഈ മാസം 11-ന് വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷാണ് ചേരുന്നത്. വിഷ്ണു, ഈ മാസം 11-നാണ് കേസ് വീണ്ടും പരിഗണിക്കുന്നത്. കോടതി ചില നടപടികൾ എടുത്തിട്ടുണ്ട്. വിവരങ്ങൾ. ഈ മാസം കേസ് 11-ാം തീയതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും. അതുവരെ ശേഖർ കുമാറിനെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ് നിർദ്ദേശം. DGPയും ഇക്കാര്യം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. 11-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യില്ല എന്ന്. ഈ കോഴക്കേസുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെയുള്ള പരാതി അത് കെട്ടിച്ചമച്ചതാണ്. ഈ കേസിൽ തനിക്ക് ബന്ധമില്ല, പിടിയിലായ 3 പ്രതികളുമായി തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ശേഖർ കുമാർ ഹൈക്കോടതിയെ സമീപിച്ചത് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി. ഈ കേസിലെ 1-ാം പ്രതിയാണ് ശേഖർ കുമാർ. കൊച്ചി ED യൂണിറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഈ പശ്ചാത്തലത്തിലാണ് സർക്കാരിനോട് ഇതിൽ എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് നൽകാനുള്ളതെന്ന് കോടതി ചോദിച്ചത്. വിജിലൻസിനോട് ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് സ്വീകരിക്കാൻ പോകുന്ന നടപടി നോട്ടീസായി നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അടുത്ത ദിവസം വിജിലൻസ് സമർപ്പിക്കുകയും ചെയ്യും. വിജിലൻസ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ 11-ാം തീയതി വരെ ശേഖർ കുമാറിനെ അറസ്റ്റ് ചെയ്യില്ല. 11-ാം തീയതി ആയിരിക്കും കേസിലെ തുടർ നടപടികൾ ഉണ്ടാകുക. ക്രിസ്റ്റീന.